പറയണം എന്തൊക്കെയോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റിംഗ് ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ അല്ല ഇങ്ങനെ ഒരു രീതിയിൽ വരുമെന്ന് ഞാൻ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഞാൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യം ഉണ്ടല്ലോ, ഓരോരോ സാഹചര്യം അനുസരിച്ചിരിക്കും ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. പല തവണ പല ആവർത്തി ചെയ്യണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. ഇതിടുമ്പോൾ എന്നെ അറിയാവുന്നവരുടെ അടുത്ത് കിട്ടിക്കഴിയുമ്പോൾ ഇവരെല്ലാവരും എന്നെ എടുത്തിട്ട് കളിയാക്കും. കാരണം ഞാൻ ആ ഒരു നേച്ചറാണ്. കാരണം പക്ക ഇൻട്രോവേർട്ട്. എന്താ പറയുന്നത്, ആരും വിചാരിക്കില്ല, ഒരിക്കലും വിചാരിക്കില്ല ഇങ്ങനൊരു സാധനം ചെയ്യുമെന്ന് ആരും വിചാരിക്കുന്നില്ല. പിന്നെ എന്താണ് പറയുക, മോട്ടോ ഓഫ് ദിസ് ജേർണി എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, എനിക്ക് പല അഭിപ്രായങ്ങൾ പറയണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ പറയാനായിട്ട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രവാസി ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പറയാനായിട്ടൊരു അവസരം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതുന്നു ഇത് നന്നായി പോകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങൾ പറയാനായിട്ടൊരു സ്പേസ് വേണം. കാരണം ഞാൻ പറയുന്നത് ആൾക്കാർ എത്തണം. നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ കോളാണ്. എല്ലാവർക്കും അവരവരുടേതായ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അപ്പം പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാമല്ലോ, ഒരു സ്റ്റാർട്ടർ എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഒരു ഫ്യൂരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതും കാര്യങ്ങളും എല്ലാം. ഇത് എത്രമാത്രം മുന്നോട്ട് അല്ലെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിത് നന്നായിട്ട് ചെയ്യും. പിന്നെ എൻ്റെ ഒരു എന്താ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു സോ കോൾഡ് ഈ ഒരു കണ്ടൻറ്റ് മാത്രമൊന്നുമില്ല. എനിക്ക് ബേസിക്കലി ഞാനൊരു എൻജിനീയറാണ്. പിന്നെ ഞാൻ ഡിസൈൻ ചെയ്യും, ഞാൻ നന്നായിട്ട് 2D ചെയ്യും, 3D ചെയ്യും, ഞാൻ റെൻഡറിങ് ചെയ്യും. പിന്നെ അതുപോലെ എന്താ പറയുക, ഗെയിമിങ് കളിക്കും. ഞാൻ ഗെയിമിൻ്റെ ഒരു ഭ്രാന്തനാണ്, നല്ലൊരു ഗെയിം ഭ്രാന്തനാണ്. അവധി ദിവസങ്ങൾ രാവിലെ മുതൽ ഉച്ച വൈകുന്നേരം ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റ്. പിന്നെ എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് സംസാരിച്ചുകൊണ്ടിരിക്കാൻ, പുതിയ കാര്യങ്ങളും എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ. സിനിമയുടെ റിവ്യൂസ് ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു 3-4 സിനിമ വെച്ച് ഞാൻ പോയി കാണുന്ന ഒരു ടീമാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഒപ്പീനിയൻസ് പറയണമെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു കമൻറ്റും കാര്യങ്ങളും എല്ലാം ഞാനിങ്ങനെ പറയും. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യും. എന്നാലും എനിക്കൊരു അമർഷമുണ്ടല്ലോ പല കാര്യങ്ങൾ കാണിക്കുമ്പോൾ. അപ്പം ഓൾ ഇൻ ഓളായിട്ട് ഒരു എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു ഇത് എത്രമാത്രം ശരിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെടുന്നവർ കാണുക, ഇഷ്ടപ്പെടാത്തവർ കാണാതിരിക്കുക. നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഔട്ട്കം. ബട്ട് ഐ ആം ഓൺ മൈ വേ. അപ്പോൾ ഓക്കെ, ബൈ.